ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ നരച്ച മുടിയൊക്കെ മാറ്റി നല്ല ബ്ലാക്ക് കളറാക്കി എടുക്കാൻ, അതുപോലെ തന്നെ എത്ര വലിയ മുടി കൊഴിച്ചിലാണെങ്കിലും അതൊക്കെ മാറ്റാനും മുടി നല്ലപോലെ വളരാനും വേര് മുതൽ നല്ല കറുപ്പോടെ വളരാനും അതുപോലെ തന്നെ അകാല നരയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഹെയർ പാക്ക് ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത്. നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അലർജിയുടെ പ്രശ്നമുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. കാരണം ഇത് അലർജി വരുന്ന ഒരു ഇൻഗ്രീഡിയൻസും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും തയ്യാറാക്കി ഉടനെ തന്നെ നമുക്കിത് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനും പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് തരാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കിയാലോ. നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഇരുമ്പ് ചട്ടി തന്നെ വേണമെന്നില്ല, സാധാരണ പാത്രം എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ഇരുമ്പ് ചട്ടി എടുത്തതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു മാതളത്തിൻ്റെ തോലാണ് കേട്ടോ എടുത്തേക്കുന്നത്, അതിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തലനീരിറക്കം പോലുള്ള പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ഇത് ചേർക്കണം കേട്ടോ, ഇത് സ്കിപ്പ് ചെയ്യരുത്. അത് മാത്രമല്ല നമ്മുടെ മുടിയൊക്കെ നല്ലപോലെ കറക്കാനും നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിലൊക്കെ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പനിക്കൂർക്ക. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചേർക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ചെമ്പരത്തി പൂവാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊന്ന് വാടിപ്പോയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഏത് ചെമ്പരത്തി പൂ വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മുടെ വീട്ടിലുള്ള ചായപ്പൊടിയാണ്, അതായത് തേയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മുടെ മുടി വളർച്ചയൊക്കെ കൂട്ടാനും മുടി കൊഴിച്ചിലൊക്കെ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അത് നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളച്ച് വരട്ടെ. ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടിക്ക് നല്ല റിസൾട്ട് തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. കാരണം ഇതിൽ നമ്മൾ കെമിക്കൽ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ മുടി വളർച്ചയൊക്കെ കൂട്ടാനും മുടി നല്ല ബ്ലാക്ക് കളറാകാനും മുടി കൊഴിച്ചിലൊക്കെ മാറാനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ ചേർത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് പകുതിയായി വരട്ടെ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തന്നെ തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വറ്റട്ടെ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു സത്ത് നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ തയ്യാറാക്കിയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് കുളിക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ നമ്മുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ മുടി നല്ല ബ്ലാക്ക് കളറായി അകാല നരയൊക്കെ തടയാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ റോസ്മേരി ലീവ്സൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി നല്ല ഇരട്ടി വേഗത്തിൽ വളരാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ചൂടോടെ തന്നെ ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു പഴയ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഞാനിത് മുഴുവനായിട്ടും ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ നീര് മുഴുവൻ എടുക്കാം. ഇതിൻ്റെ
അപ്പോൾ ഇത് ഞാനിതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ബ്ലാക്ക് കളറിലും അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്നും ആവശ്യമുള്ളത് ആ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1.5 സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ ഹെന്ന പൗഡർ എടുത്ത അതേ അളവിൽ തന്നെ 1.5 സ്പൂൺ അളവിൽ കത്ത പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കത്ത പൗഡർ നമ്മുടെ മുടി നല്ല ബ്ലാക്ക് കളർ ആക്കി എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ നരച്ച മുടിയൊക്കെ നല്ലപോലെ കവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ കത്ത പൗഡർ. കത്ത പൗഡർ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. അതുപോലെ തന്നെ അങ്ങാടിക്കടയിലും ആയുർവേദ ഷോപ്പിലും അതുപോലുള്ള കടകളിലൊക്കെ നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം. നമ്മുടെ അകാല നരയൊക്കെ തടയാനും നരച്ച മുടിയൊക്കെ മാറി നല്ല ബ്ലാക്ക് കളറാക്കി എടുക്കാനൊക്കെ കത്ത പൗഡർ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ നീലയമരിയൊക്കെ അലർജി ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. കാരണം നീലയമരിയൊക്കെ അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ കത്ത പൗഡർ യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ എടുക്കുന്നത് നല്ല ബ്രാൻഡ് നോക്കി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിപ്പോൾ ഹെന്ന പൗഡർ ആയാലും കത്ത പൗഡർ ആയാലും ഒക്കെ നല്ല ബ്രാൻഡ് നോക്കി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ഡേ നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരുപാട് നേരം ഇത് വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിത് തയ്യാറാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും അപ്പോൾ തന്നെ നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നൊരു ഹെയർ ഡേ ആണ്. അപ്പോൾ ഇത് ഞാനിതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കുറച്ച് ബാലൻസ് ഉണ്ട്. ഇത് നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ നമ്മുടെ മുടിയിലൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ മുടി വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ബാക്കി വരുന്നിടത്ത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നിങ്ങളിത് ഇപ്പോൾ തന്നെ നിങ്ങൾക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എണ്ണമയൊന്നും ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ഒരു മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. കാരണം ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡൈ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഹെയർ പാക്ക് ആയിട്ടോ ഒക്കെ ഇത് യൂസ് ചെയ്യാം. കാരണം നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറാനും മുടി വളരാനും മുടി നല്ല പോലെ വേര് പോലെ കറുത്ത് വരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്